അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. പേരക്കാപ്പിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. മൂവാറ്റുപുഴ DYSP പ്രസാദ് N സല്യൂട്ട് സ്വീകരിച്ചു. പേരക്കാപ്പിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPCയുടെ നേതൃത്വത്തിൽ 6ാം ബാച്ച് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തി. മൂവാറ്റുപുഴ SI അതുൽ പ്രേം ഉണ്ണി, SPC അഡീഷണൽ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ PSM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യൂസ് വർക്കി, പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്ത ചടങ്ങിൽ മൂവാറ്റുപുഴ DYSP പ്രസാദ് N സല്യൂട്ട് സ്വീകരിച്ചു. സബ് ഇൻസ്പെക്ടർ ശ്രീ PSM അഷറഫ് എന്നിവരോടൊപ്പം പരേഡ് പരിശോധനയ്ക്കായി പുറപ്പെടുകയായി. ആറാം ബാച്ച് പാസിംഗ് ഔട്ട് പരേഡിൽ 41 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. പരേഡ് കേഡറ്റ് കമാൻഡർമാരായ ഹീബ റുഖിയ, ഫിദ ഫാത്തിമ VA, സനിൽ സജി, താനിയ എന്നിവർ പരേഡിന് നേതൃത്വം നൽകി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കേഡറ്റുകളെ ചടങ്ങിൽ ആദരിച്ചു. രാജ്യത്ത് ഉത്തമ പൗരന്മാരായി വാർത്തെടുക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ആശയമാണ് നല്ല പൗരത്വ ബോധമുള്ള ഉത്തമരായ പൗരന്മാരെ, കുട്ടികളെ വാർത്തെടുക്കുക. അതാ ഞാൻ പറഞ്ഞ രാജ്യത്തോട് കൂറും നമ്മുടെ അഖണ്ഡതയിൽ വിശ്വാസമുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ കാണാൻ പറ്റുന്ന, സമൂഹത്തിന് സേവനം ചെയ്യുന്ന, മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന, സ്വഭാവദൂഷ്യമില്ലാത്ത, ഒരു സാമൂഹ്യ വിപത്തുകളിൽ ചെന്നപ്പെടാതെ സൽസ്വഭാവത്തിന്റെ ഉടമകളായി വളർത്തിയെടുക്കുക എന്നതാണ് SPCയുടെ ലക്ഷ്യം. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അംജിത് RO, CPOമാരായ ശ്രീലക്ഷ്മി NR, സൽവ M എന്നിവർ പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകിവരുന്നു. വാർഡ് മെമ്പർ സ്മിത ദിലീപ്, PTA പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങാമറ്റം, പ്രിൻസിപ്പൽ സന്തോഷ് TB, ഹെഡ് മിസ്റ്റർ സഫീന A, അധ്യാപകരായ റഹ്മത്ത് PM, സബിത PE എന്നിവർ പ്രസംഗിച്ചു. SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സേവന മനോഭാവം, കർത്തവ്യബോധം, പൗരബോധം എന്നിവ വളർത്തുന്നതിനായി വിദ്യാലയത്തിൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ, ശ്രമദാനങ്ങൾ ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.